മേൽശാന്തിയായി വന്ന ഗുരുവായൂരപ്പന്റെ കഥ അറിയാമോ? ഒരിക്കൽ ഒരു പ്രായമായ ഒരു അമ്മൂമ്മയും പേരക്കുട്ടിയും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് കണ്ണനെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണാ, കൃഷ്ണ, എത്രയോ നാളായി ഈ സന്നിധിയിൽ വരുന്നു. എനിക്ക് ഏറെ നേരം കണ്ണനെ കണ്ടുനിന്ന് തൊഴുതു പ്രാർത്ഥിക്കണം എന്നുണ്ട്. പക്ഷേ ഭക്തരുടെ തിക്കും തിരക്കും കാരണം എനിക്ക് കണ്ണനെ ശരിയായി കാണുവാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ കൊണ്ടുവന്ന ഈ തുളസിമാലയും ചാർത്തി നിൽക്കുന്ന കണ്ണനെ ഒന്ന് കണ്ണ് നിറയെ കാണാം എന്നുണ്ട്. അത് സാധിച്ചു തരണേ എന്റെ കണ്ണാ. അങ്ങനെ ഉള്ളിലേക്ക് കയറിയ ആ അമ്മൂമ്മയ്ക്ക് തിരക്ക് കാരണം ഭഗവാനെ ശരിയായി കാണുവാൻ സാധിച്ചില്ല. സങ്കടത്തോടെ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത്, മാല സമർപ്പിക്കാൻ മറന്നിരിക്കുന്നു. അങ്ങനെ തിരിച്ചു അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ വലിയ തിരക്ക് കാരണം തടസ്സമാകുന്നു. അമ്മൂമ്മ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഒരു തിരുമേനി അവരെ സമീപിക്കുന്നത്. ആ മാല ഞാൻ ചാർത്തിയാൽ മതിയോ എന്ന ചോദ്യം കേട്ടപ്പോൾ അമ്മൂമ്മ അത്ഭുതം കൊണ്ടുനിന്നു. അമ്മൂമ്മ സന്തോഷത്തോടെ സമ്മതിച്ചു. തിരുമേനി അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും മാല വാങ്ങി. എന്നിട്ട് എന്റെ പുറകെ വരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അമ്മൂമ്മയും പേരക്കുട്ടിയും അദ്ദേഹത്തെ പിന്തുടർന്നു. ശ്രീകോവിലിന്റെ മുന്നിൽ എത്തിയ ശേഷം തിരുമേനി പറഞ്ഞു, ഞാൻ ഉള്ളിൽ നിന്നും ഇറങ്ങി വരുന്നതുവരെ ഭഗവാനെ കണ്ട് തൊഴുതോളൂ. തിരുമേനി തുളസിമാല ഭഗവാൻ ചാർത്തി. തുടർന്ന് അമ്മൂമ്മയും പേരക്കുട്ടിയും തൃപ്തിയോടെ ഭഗവാനെ നോക്കി ഭക്തിപൂർവം തൊഴുതു. അതിനിടയിൽ ഒരു തിരുമേനി അങ്ങോട്ട് വന്നു. ആരാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ അമ്മൂമ്മ ഉലഞ്ഞുപോയി. അമ്മൂമ്മ പറഞ്ഞു, മറ്റൊരു തിരുമേനി തന്നെയാണ് ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ക്ഷേത്രത്തിലെ മറ്റു തിരുമേനിമാർ ആശ്ചര്യത്തോടെയും സംശയത്തോടെയും തമ്മിൽ നോക്കി. പക്ഷേ അങ്ങനെ ഒരു തിരുമേനിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ തിരുമേനി ശ്രീകോവിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മൂമ്മയുടെ തുളസിമാല ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മക്ക് മനസ്സിലായി, വന്നത് വേറെ ആരുമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. ആ അമ്മൂമ്മ സന്തോഷത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു.